ഹലോ ഹായ്. അപ്പോൾ ഇത് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോയാ, ഞായറാഴ്ച എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഇച്ചിരി താമസിച്ചെന്ന് വെച്ചാൽ ഒരു 7:30 ആയി എണീറ്റപ്പോഴത്തേക്ക്. അപ്പോഴാണ് എണീറ്റത്. മഴയൊക്കെ പെയ്തൊന്ന് തോന്നി നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു. പിന്നെ തലേന്ന് കഴുകി വെച്ച പാത്രവും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ പറക്കി ഒന്ന് അടുക്കിയൊക്കെ വെക്കണം. പിന്നീട് ഉള്ള ജോലികൾ ചെയ്യണം. കാപ്പി എന്താ ഉണ്ടാക്കണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. തലേന്നൊന്നും വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അരി അങ്ങ് അടപ്പയിലിട്ട് തിളപ്പിച്ച് വെക്കാമല്ലോ. അപ്പോൾ ചോറ് അവിടെ നിന്ന് ആയിക്കോളും. ചായക്കുള്ള വെള്ളവും വെച്ച് ചായ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം തിളപ്പിച്ച് രാവിലെ. പിന്നീട് ചായ ഇട്ട് മോക്കുള്ളേക്ക് എടുത്ത് വെച്ച് പിന്നീട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഇന്ന് സമയമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചൊക്കെ വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് 3 മുട്ടയും എടുത്ത് പുഴുങ്ങാനായിട്ട് ഇട്ട്. അപ്പോഴത്തേക്ക് ചേച്ചി സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തന്ന് പെട്ടെന്ന് കറിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇപ്പോഴും ചപ്പാത്തി പരത്തിയിട്ടില്ല. ഞാൻ കറി വെച്ച് പകുതി ആയപ്പോഴത്തേക്ക് ചേച്ചി ചപ്പാത്തി പരത്താൻ തുടങ്ങി. ചേച്ചിയുണ്ട്, മോളും ഉണ്ട്. അവളുടെ ഇഷ്ടപ്രകാരം ഓരോ ഡിസൈൻ, നമ്മളെ വിസിലില്ലേ കുക്കറിൻ്റെ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇച്ചിരി മാവ് കൊടുത്താൽ അതും കൊണ്ട് അവിടെ നിന്നോളും. അപ്പോഴത്തേക്ക് മുട്ടക്കറി റെഡിയായി. അപ്പോഴത്തെ കല്ലിൽ അപ്പോഴത്തേക്ക് ചേച്ചി ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമുക്ക് തോരൻ ക്യാബേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ക്യാബേജ് ചപ്പാത്തി ചുടുന്ന സമയം കൊണ്ട് ക്യാബേജ് അങ്ങ് റെഡിയാക്കുന്നത്. കാരണം അത് അരിഞ്ഞ് വെച്ച് നമ്മൾ അടച്ച് വെക്കുമ്പോഴും ഒരു സ്മെല്ല് വരും. പുറത്തിരുന്നാലും ഫ്രിഡ്ജിൽ ഇരുന്നാലും ഒരു സ്മെല്ല്, പെട്ടെന്ന് സ്മെല്ല് വെക്കും ഇത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങ് ആക്കാമെന്ന് കരുതി. വെള്ളമൊക്കെ നല്ലോണം മൊരിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ചപ്പാത്തി ആവുന്ന സമയം കൊണ്ട് അതൊക്കെ ആവും. പിന്നെ ഞായറാഴ്ച മഴ, മൊത്തത്തിൽ തണുത്തൊരു അന്തരീക്ഷം, ചൂടുള്ള ആഹാരം കഴിക്കുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം. അപ്പം പിന്നെ മീൻ മേടിക്കാനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാപ്പി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ മോൾക്ക് അത് എടുത്തു വെച്ച്. അവൾ മുട്ടയുടെ മഞ്ഞ കഴിക്കത്തില്ല. വാട്ടി കൊടുത്താൽ മാത്രം കുടിക്കും. അല്ലാതെ പൊരിക്കുമ്പോഴാണെങ്കിലും വേറിട്ട് കിടന്നാൽ അവൾ മഞ്ഞ എടുത്ത് നമുക്ക് തരും. പുഴുങ്ങിയ ഒട്ടും കഴിക്കത്തില്ല. മഞ്ഞ അടർത്തി മാറ്റി നമുക്ക് തരും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും ചേച്ചിക്കും പങ്കുവെച്ച് തന്നതാണ്. എനിക്കറിയാം കുറച്ച് കൂടുതൽ. പിന്നീട് മീൻ ചൂരയാണ് കിട്ടിയത്. വേറെ ഒന്നുമില്ലായിരുന്നു, ചൂര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മുളകൊന്നും മൂപ്പിച്ചില്ല. അല്ലാതെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് മുളക് മൂപ്പിക്കാതെ, മറ്റേത് നമ്മൾ മുളക് മൂപ്പിച്ചും വെക്കുമായിരുന്നു. മുളക് മൂപ്പിക്കാതെ ഇട്ടൊരു മുളക് കറി വെച്ച്. പിന്നെ നമ്മുടെ തോരൻ രാവിലെ വെച്ചായിരുന്നല്ലോ, രാവിലെ വെച്ച തോരൻ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ നന്നായിട്ട് ചോറ് ഇരുന്നങ്ങ് വെട്ടി. അപ്പോൾ അതാണ്ട് ചോറും തോരനും നമ്മുടെ മീൻ കറിയും. മോക്ക് പിന്നെ ഒരു മീൻ വറുത്ത് വെച്ച്, അവൾക്ക് എരിയായതുകൊണ്ട് ഒരു മീൻ വറുത്ത് വെച്ച്. അപ്പോൾ ഇന്നലത്തെ വിശേഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബൈ.